ഹായ് ഹലോ. അപ്പം ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്, കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. അച്ചാർ ഞാൻ തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്. അതുപോലെ കുറച്ച് കടല കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കടല നമ്മൾ വേവിക്കാൻ, അതായത് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്, അതായത് കുറച്ച് പേർക്ക് ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് വലിയ എന്താ പറയുക, വലിയ സംഭവമായിട്ട് കാണിക്കാനല്ല വീഡിയോ എടുത്തത്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ കൊടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിജയം അല്ലെങ്കിൽ എൻ്റെ ഒരു സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് പേര് ഇതുപോലെ പറഞ്ഞു കണ്ടപ്പോൾ, അതായത് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്താഗതിയിൽ അവരത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ രാവിലെ തന്നെ തലേദിവസം വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളവും അതുപോലെ കടല വേവിക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ചെയ്യുന്ന പണി വൃത്തിയിൽ ചെയ്യുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അല്ലാതെ എന്താ പറയുക, കണ്ണി കണ്ടോണം ചെയ്യണത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ദേ വെള്ളം തിളച്ചു, ഞാൻ ദേ അരി ഇടാണ്. എൻ്റെ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട, ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ്. അതായത് ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ മുടിക്കെട്ടൊക്കെ എനിക്കിങ്ങനെ കഴുത്തിലേക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് നിൽക്കണമെന്നൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ ദേ നമ്മൾ അരി ഇട്ടു കേട്ടോ. അരി ഇട്ടു, അതുപോലെ തന്നെ എന്താ പറയുക, കടല വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യലായിട്ടുള്ള ദിവസം കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അപ്പയുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ ഇത് സ്കൂളുള്ള സമയത്തെ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ 2 മാസമായി കഴിഞ്ഞു, സ്കൂൾ തുറക്കാറായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ രാവിലത്തെ സ്കൂളിൽ പോകുന്ന റൊട്ടീൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൂടെ കാണിക്കാം. അപ്പോൾ അവൻ്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തയ്ച്ച് വെച്ച് അവന് എന്താ പറഞ്ഞ സ്കൂളിലേക്ക് വിടാനുള്ള തത്രപ്പാടിലാണ്. അതിൻ്റെ ഇടയിലാണ് എന്താ പറയുക, ഈ ഭക്ഷണം ഉണ്ടാക്കുക. എനിക്ക് ഒരുപാട് ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാൻ എനിക്ക് വളരെ താല്പര്യം കുറവാണ്. എൻ്റെ വണ്ണം കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും, ദൈവമേ എന്തുമാത്രം തിന്നുണ്ടാവുമെന്ന്. ഒരിക്കലുമില്ല. ഒരു പൊറോട്ട തന്നെ തിന്നാൽ ഞാൻ മറ്റേ പാമ്പ് വിഴുങ്ങിയ പോലെയാണ്. അതേ ഒരവസ്ഥയിലാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഡുഡുവിൻ്റെയും ആയിഷയുടെ ഒക്കെ സൗണ്ട് കേൾക്കാം. അപ്പം ഞാൻ ഷാളും കൂടി എടുത്തിട്ടു. കാരണം പിള്ളേച്ചൻ പിന്നാമ്പുറം കാണിച്ചു എന്ന് പറയണ്ട, ചിലവരുണ്ടാവേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടി ഇട്ടു എന്ന് മാത്രം. അപ്പോൾ അത് നമ്മുടെ കടലൊക്കെ വെന്തു. പിന്നെ കാബേജൊക്കെ ഞാൻ തലേദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ എന്താ പറയുക, ചെയ്യാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിലും ഇങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം, അതായത് ഇതിങ്ങനെ ചെയ്യണു എന്ന് നിങ്ങളെ കാണിക്കണമെന്നൊന്നുമല്ല, പക്ഷെ എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മോനുള്ള വെള്ളം കാര്യങ്ങൾ, അവർക്ക് ചോറ് സ്കൂളിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഞാൻ വേറെ കറികൾ കാര്യങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല. കാരണം സ്കൂളിൽ എന്താണോ കിട്ടുന്നത് അത് കഴിക്കുക, അങ്ങനെ തന്നെയാണ് വേണ്ടതും. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയിന്നേ. അപ്പോൾ തൽക്കാലം ചെറിയൊരു സ്റ്റാൻഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ തലേദിവസം ഞാൻ കാബേജ്, ചെറിയ ഉള്ളി, പച്ചമുളകൊക്കെ അരിഞ്ഞ് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലോണം ഞെരടി വെച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ചൂടാവുമ്പോൾ കടുകിടുക, അത് പൊട്ടിക്കഴിയുമ്പോൾ ഈ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന കാബേജ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി കാബേജും കൂടി ഇട്ട് നന്നായി ഇളക്കി നന്നായി വേവിക്കണം കേട്ടോ. എനിക്ക് ചിലവർ പച്ചയ്ക്ക്, അതായത് വെറുതെ ഇങ്ങനെ ഒരു വീട്ടിലായാലും വെറുതെ ഒന്ന് ആവി കയറി അടച്ച് വെച്ചിട്ട് വിറ്റാമിൻ പോവും, അത് പോവും ഇത് പോവും എന്ന് പറയുന്നതോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം പണ്ടത്തെയൊക്കെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് കെമിക്കലായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അതേ മോൻ സ്കൂളിൽ പോവാണ്. അപ്പോൾ ഇന്ന് അവന് ബിസ്ക്കറ്റാണ് കൊടുത്തത് കേട്ടോ. ഇന്നിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിക്കാം. എല്ലാ ദിവസവും ഇപ്പോൾ എന്താ പറയുക, ഇഡ്ഡലി ദോശ അതെല്ലാം കിട്ടുന്നൊന്നും വരില്ല. നമ്മളെങ്ങനെയാണോ വളരുന്നത്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് നമ്മുടെ ലൈഫ് കൊണ്ടുപോകുന്നത്, അത് നമ്മുടെ പിള്ളേർ അതേപോലെ തന്നെ മനസ്സിലാക്കണം. അതായത് മനസ്സിലാക്കാതെ അയ്യോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, എൻ്റെ മക്കളത് അനുഭവിക്കരുത് അങ്ങനെ വിചാരിക്കുന്ന പേരൻസ് തന്നെയാണ് പൊതുവെ എല്ലാവരും. പക്ഷെ നമ്മുടെ ഇല്ലായ്മകളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ എന്താ പറയുക കൊടുത്ത് വളർത്തണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ.
അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുറച്ചുള്ള എന്താ പറയുക, കുറച്ച് നേരം എൻ്റെ മടിയിലിരുന്ന് കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇപ്പം ഈ കടന്നു പോകുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. കുട്ടികളെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുക തന്നെ വേണം, അവരെ പരിഗണിക്കണം, അല്ലെങ്കിൽ അതുപോലെ അവർ ചെയ്യുന്ന തെറ്റുകൾ അവർക്ക് തിരുത്തി കൊടുക്കണം. രണ്ട് തല്ലിക്കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, ചത്തൊന്നും പോവില്ല. കാരണം ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഒരു തല്ലിക്കൊണ്ട് ഇപ്പോൾ ചാവൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞിട്ടായാലും നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അത് ചെറുപ്പത്തിലേട്ടാ, പെട്ടെന്ന് പോയിട്ട് 4 തല്ലി അവർ നന്നാവുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതേ നമ്മുടെ കാബേജ് ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചോറ് എന്താ പറയുക വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയി വരുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷം. കുറേ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഞാനൊന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മോനെ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ വണ്ടിയിൽ ഞാൻ അവനെ കൊണ്ടാക്കി. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്നും നേരം വൈകിയായിരുന്നു. ഇന്ന് അസംബ്ലി കഴിയാറായിട്ടുണ്ട്. കുഴപ്പമില്ല, എപ്പോഴെങ്കിലും അല്ലേ. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് വന്നു. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഊറ്റി നമ്മൾ സെറ്റാക്കി വെക്കുകയാണ്. നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം വൃത്തിയിൽ ഉണ്ടാക്കുന്നത് അതുപോലെ, അല്ലാണ്ട് കാട്ടിക്കൂട്ടിയിട്ടൊന്നും ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ. പിന്നെ എൻ്റെ ഉരുളി കണ്ട് പേടിക്കണ്ട, ഇത് അച്ചാർ ഇട്ടിട്ടേ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിക്കുമ്പോൾ ഇതേ ഒരു കളറ് വരും, അല്ലാതെ കഴുകാതെയൊന്നുമല്ല. അപ്പോൾ കടല ഞാൻ കാച്ചാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ചതച്ച് അരഞ്ഞു പോയിട്ടാ. പക്ഷെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറേ കറിവേപ്പില എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ലതാണ് നമുക്ക് ശരീരത്തിന്, ദഹനത്തിനൊക്കെ. എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞു തന്നിട്ട് ഇപ്പോൾ ഇവള് പറഞ്ഞു തന്നിട്ട് വേണം എന്ന് ചിന്തിക്കും. പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും, അത് വേറെ കാര്യം. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുത്തുമുളകും പിന്നെ കുറച്ച് നമ്മുടെ മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ മുളക് പൊടിയൊക്കെ മൂത്തൊക്കെ വരുന്ന സമയത്ത് വേവിച്ച് വെച്ച കടല അങ്ങോട്ട് ഇടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ, അതായത് കടല വേവിക്കുമ്പോൾ ഒരു സവോള അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ വേവിക്കുമ്പോൾ അതും ടേസ്റ്റാണ്. എൻ്റെ അമ്മമ്മ ജോലി ചെയ്ത പള്ളിയിലേ ഞായറാഴ്ച ദിവസം കഞ്ഞി ഉണ്ടാവും. അത് ഇതുപോലത്തെ അങ്ങോട്ട് നല്ല ചൂട് കഞ്ഞിയിലേക്ക് ഇതേപോലത്തെ കടല അങ്ങോട്ട് ഉപ്പേരി അങ്ങോട്ട് കിട്ടുമ്പോഴേ എന്തൊരു സുഖമാണെന്ന് അറിയും. അപ്പോൾ അപ്പയുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേനൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അവർക്ക് സ്വാഭാവികമായിട്ടും വീഡിയോയിൽ വരെ ഇഷ്ടമില്ല. പക്ഷെ ഞാൻ പിന്നാമ്പുറം കാണിച്ചു. അമ്മയും മോനും അവിടെ ഇരുന്ന് TV കാണാമായിരുന്നു. അമ്മ വീട്ടിൽ നിന്ന് മോനെ സ്പെഷ്യലായിട്ട് വട്ടയപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ശേഷത്തെ ഒരാഗ്രഹം ഞാനിവിടെ എന്താ പറയുക ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ചോറ്, ഉപ്പേരി, പിന്നെ ഞാനൊന്ന് മോര് കാച്ചിയായിരുന്നു, അതുപോലെ മുട്ട പൊരിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. പെട്ടെന്ന് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ പാക്ക് ചെയ്യണമെന്ന് എൻ്റെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അപ്പയാവുമ്പോൾ പിന്നെ ഷെഫല്ലേ, അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന പോലെ ഒന്നല്ല കേട്ടോ അവർ എന്താ പറയുക ഫുഡ് പാക്ക് ചെയ്യണത്. ഞാനൊക്കെ ആണെങ്കിൽ ചോറിട്ട് അതിൻ്റെ മുകളിൽ കറിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഓരോ പൊതികളും നമുക്കിതിങ്ങനെ നിറയ്ക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ വിശ്വസിക്കുന്നതേ നമ്മൾ, അതായത് വെറുതെ ഒരു പൈസ കൊടുത്ത് നിറച്ചിട്ട് അത് എനിക്കിഷ്ടമല്ല. ഒരു നേരം വിശന്നിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഒരു ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും വലിയ നമുക്ക് എന്താ പറയുക ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നമുക്ക് വേറെ ഇല്ല. കാരണം എത്ര പൈസക്കാരാണെങ്കിലും പൈസ ഇല്ലാത്തവരാണെങ്കിലും വിശപ്പ് ഒരു നേരം നമുക്ക് എല്ലാ നേരവും തിന്നാൻ കിട്ടുന്നത് കൊണ്ടാണ് സത്യത്തിൽ. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന എത്രയോ മക്കളുണ്ടെന്നറിയോ. അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ, അതായത് ഞാൻ വലിയ സംഭവമാണ് എന്നല്ല, മോൻ ചില സമയത്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കൊന്നും വേണ്ട, വിശക്കണില്ല, ഞാൻ തിന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പട്ടിണിക്കിടാറുണ്ട്. അതായത് ഞാൻ പറയും കഴിക്കേണ്ട, ഒരുപാട് കുഞ്ഞുങ്ങൾ ഭക്ഷണം ഇല്ലാതെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമയത്തിന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവില്ല. കുറച്ച് നേരം ഫുഡ് കഴിക്കാതെ അല്ലെങ്കിൽ ഒരു നേരം 2 നേരം ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ട് കൈയും കാലൊക്കെ അങ്ങനെ കുഴഞ്ഞ് ഫുഡ് തരുമോ എന്നുള്ള ആ ഒരു ഇതില്ലേ, അതൊരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ച് കഴിഞ്ഞാൽ അവർ സത്യം പറഞ്ഞാൽ അവർ ഫുഡിനോട് ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ദേഷ്യം കാണിക്കില്ല. എൻ്റെ മോനൊരു പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ട് ഞാൻ ചെയ്തിരുന്നു കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുകയാണ് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല പറഞ്ഞത്. പക്ഷേ വിശപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, അതൊരു വല്ലാത്തൊരു, അത് എത്ര കാശുകാരായാലും ഇല്ലാത്തവരായാലും വിശപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഓരോ പൊതികളും നിറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞങ്ങൾക്കും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനത് വീണ്ടും
1-2 പൊതികളായിട്ട് അതായത് വെച്ചു. അപ്പോൾ ഇതേ ഞങ്ങൾ തൃശ്ശൂരിലോട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന സ്ഥലത്ത് അതായത് കൊടുക്കണം അങ്ങനെയല്ല. ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ബാങ്കിലേക്ക് പോകണ്ടായിരുന്നു. ഫുഡൊക്കെ കൊടുത്തു. ഫുഡ് കൊടുത്തതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോനകത്ത് ഇടില്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാ ഫുഡും കൊടുത്തയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല ചൂടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ജ്യൂസും ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളെപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ദൈവം സഹായിച്ച് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം കാണുമ്പോൾ അതായത് പരമാവധി കുറേ പേര് ഞങ്ങളറിയുന്നവരും ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ സ്വന്തക്കാരുമായിരിക്കുന്ന പലരും ഞങ്ങളോടെന്നല്ല ഞങ്ങളറിയാതെ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 വർഷം ഇവരുടെ ദാമ്പത്യ ജീവിതം നിൽക്കുള്ളൂ എന്ന്. പക്ഷെ അവരത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ദൈവം സഹായിച്ച് ഈ വരുന്ന ജൂലൈയിൽ ഞങ്ങൾ 9 വർഷം തികയ്ക്കുകയാണ്. എല്ലാ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ ഇണക്കങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വേണം. അല്ലാതെ പിണക്കൊന്നും ഇല്ലാത്ത ദാമ്പത്യ ജീവിതം അത് അത്രയും നല്ലതല്ല. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും എന്താ പറയുക പരിഗണിച്ചൊക്കെ നിൽക്കുമ്പോൾ അത് വളരെയധികം ഒരു മനോഹരമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചേട്ടൻ്റെ ഓഫീസിലേക്കാണ് പോയത്. EV ഷോറൂം നമ്മുടെ കുട്ടല്ലൂർ. നമ്മുടെ ചേട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. GM ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആംബിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എപ്പോഴും നോക്കിയത് ചെടിയാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചെടി അവിടെ പറിക്കുകയാണെങ്കിലും ഡൂഡു എപ്പോഴും വഴക്ക് പറയും, അമ്മ ചെടിയൊന്നും പറിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മുടെ അനിയത്തിക്കുട്ടി ഓട്ടുപാറയിൽ. ഞാൻ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് ഓട്ടുപാറയിൽ പോകുമെന്ന് പറയില്ല. അവിടുത്തെ ഞങ്ങളുടെ സ്വന്തം അനിയത്തിക്കുട്ടിയാണ്. ഇനിയും ഉണ്ട്, നിമ്മിയുണ്ട്, നിസിക്കുട്ടിയുണ്ട്, ജെറിക്കുട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനിയത്തിമാർ, ഹെൻസി, ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരായിട്ടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. ഞങ്ങളവിടെ പോയി നിൽക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ തുണിൻ്റെ മറയിൽ നിന്നിരുന്നത് ഞങ്ങളുടെ ജിനോയിക്കുട്ടനാണ് കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ മോനാണ്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ലിനിമോള് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവരെ തിരിച്ച് കോഴിക്കോട് അപ്പം പോവുകയാണ്. ഒരു 2 ദിവസത്തെ ഓഫിനാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അതായത് തൃശ്ശൂർ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തമ്മിൽ എന്നും കാണാമായിരുന്നു. ഞങ്ങൾ 3 പേരും അത്രയും അറ്റാച്ച്മെൻ്റാണ് കേട്ടോ. അതായത് ഡാൻസ് ചേട്ടനുമായിട്ട് ഞങ്ങൾ ഭയങ്കര അത് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം കൂടിയാണ്, തൃശ്ശൂർ ഒരു ജോലി കിട്ടിയിരുന്നുവെങ്കിൽ ഒരുമിച്ച് നിൽക്കാമായിരുന്നു എന്നുള്ളത്. ദൈവം എപ്പോഴെങ്കിലും സമയം ഒരുക്കട്ടെ എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ പിസ്സ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മുഖമൊക്കെ ആകെവാടി വിഷമമൊക്കെ ആയപ്പോൾ നമ്മുടെ ചേട്ടനും അനിയത്തിക്കുട്ടിയും പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രവട്ടാനിയിൽ ഒരു പിസ്സ ഒരു ഷോപ്പിൽ ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ ഇവർ 2 പേരും ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. ഒരാൾ ഷെഫും ഒരാൾ QCയുമാണ് കേട്ടോ. ഇപ്പോൾ അവൾ EVയിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കോഫി മേക്കറാണ്. വെറുതെ ഒരു കാപ്പി ഉണ്ടാക്കുക എന്നല്ല, അത്യാവശ്യം അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കോഫിയാണ് അതൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 പേരും കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ ABCD സംഭവങ്ങളൊന്നും അറിയില്ല. നമുക്ക് സാധാ നമ്മുടെ അവിയൽ, അത് ഓലൻ, ഇത് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം. പക്ഷെ ഇവർക്ക് ഫുഡുമായിട്ട് എപ്പോഴും വെറൈറ്റികൾ തേടുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തും പിസ്സയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കഴിച്ചു കൂട്ടാ. പക്ഷെ ആ സമയത്ത് നമ്മൾ പിസ്സ കഴിക്കേണ്ട ഇതിലല്ല, അപ്പം പോവല്ലേ എന്നുള്ള. അപ്പം ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന കുറച്ച് സമയങ്ങളൊക്കെയാണ്. വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ മുഖത്ത് അപ്പം ആ ഒരു വിഷമം കാണിക്കില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും കുറച്ച് സമയം അവിടെ ഇരുന്നു. പിസ്സ വരുന്നതൊന്നും നോക്കി ഞങ്ങളിരിക്കുകയാണ്. അപ്പനും മോനും ഭയങ്കര സെറ്റാട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവൻ ജനിച്ച ആ സമയം അന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവൻ എല്ലാ പിള്ളേരും അമ്മ എന്നല്ല വിളിക്കുക. ഇവൻ വിളിച്ചത് അപ്പാന്നാണ്. കാരണം ഞാൻ ഏത് നേരം അപ്പ എന്നിങ്ങനെ എൻ്റെ മനസ്സിലും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ വീഡിയോ എടുക്കണ്ടേ, വീഡിയോ നമുക്ക് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആകെ സത്യം പറഞ്ഞാൽ തകർന്നിരിക്കുകയാണ്. പക്ഷെ എങ്ങനെയോ ഒരു കള്ളച്ചിരിയൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്നു. അപ്പോൾ അവൾ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ തമാശ പറയലും കണ്ണുകൊണ്ട് ഓരോന്ന് കാണിക്കലൊക്കെ വായ പൊത്തിയിട്ടും മൂക്ക് പൊത്തിയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൈമാറ്റി എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പിസ്സ ഇപ്പോൾ വരും. പക്ഷെ ഞങ്ങൾ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. എന്ത് പിസ്സയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
ഞാൻ പറഞ്ഞല്ലോ കഴിക്കാൻ അങ്ങനെ വെറൈറ്റി കാണുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നല്ലാതെ എനിക്ക് ആധികാരികമായിട്ട് അങ്ങനെ അറിയില്ല. പിന്നെയും കുറച്ച് അപ്പയുടെ കൂടെ വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിക്കുന്നു. ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ എന്തൊക്കെയോ ഫുഡ് വരച്ചിട്ട് സമയം ലേറ്റായി തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചെടിയുടെ കാര്യം പറഞ്ഞത്. ആ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനലാണോ എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇവർ പറഞ്ഞു അല്ല ഒറിജിനലാന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നോക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ സംഭവം. പക്ഷെ എനിക്ക് ഓരോ ചെടികൾ ഇത്രയും പ്രാന്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ചെടികളൊക്കെ കണ്ട വേഗം മനസ്സിലാവും. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പിസ്സ വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പിസ്സ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് കഴിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, കുറച്ച് നേരം ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അതായത് എൻ്റെ ലൈഫിൽ എൻ്റെ ചെറുപ്പത്തിലൊന്നും എനിക്കിങ്ങനെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. വലിയ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം. ഞങ്ങൾ പോയിട്ടുമില്ല. പക്ഷേ അപ്പയുടെ കൂടെ അല്ലെങ്കിൽ ഇവരുടെ അനിയത്തിമാരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ പഴയ ആ ഒരു ലൈഫ് ഞാൻ എപ്പോഴും പറയും. ഞാൻ ഡുഡുവിനും പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളുമാണ്. ഇപ്പോൾ അവൻ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മുതലെടുക്കരുത് എന്നൊക്കെ അതായത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അതായത് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞങ്ങൾ ഫുഡ് എവിടെയാണ് കൊണ്ടു കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. ഫുഡ് നമ്മൾ ഒറ്റയ്ക്കായിട്ടിരിക്കുന്ന കുറച്ച്, അത് നമ്മൾ തൃശ്ശൂർ വരുമ്പോൾ തന്നെ അറിയാം. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു, അതായത് ഫുഡ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ അടുത്ത് നിങ്ങൾക്ക് കാണാം. അവരുടെ അടുത്ത് പോയി ഫുഡ് കൊടുക്കുക. ഒരിക്കലും ചിലപ്പോൾ റൗണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ കുറേ പേര് ജോലിക്ക് പോവാതെ ചുമ്മാ അവിടെ വായി നോക്കി ഇരിക്കുന്നവരുണ്ടാവും കേട്ടോ. അവർക്കല്ല തീരെ, അതായത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെയുള്ള നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുഡ് ശരിക്കും തികയാതെ വരും. പല സമയത്തും എനിക്ക് സങ്കടം വരാറുണ്ട്. ദൈവമേ ഇനിയും, അതായത് കുറേ പേര് വരുമ്പോഴേ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തിട്ടും പിന്നെയും തികയാതെ വരുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സീൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതായത് ഒറ്റയ്ക്ക് ഇരിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളവർക്ക് കൊണ്ടു കൊടുക്കുക. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് നമ്മുടെ കൂടെയുള്ള ഒരാളെ മാനിക്കുക എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ അറിഞ്ഞ് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുക അങ്ങനെയല്ല, ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക എന്നുള്ളത് അത്രയും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ എന്താ പറയുക ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ. അപ്പോൾ പിസയൊക്കെ ഞങ്ങൾ കഴിച്ച് അപ്പോൾ അപ്പയും ഇവരെ ഒരുമിച്ച് ഓട്ടുപാറ വഴിയാണ് അപ്പ കോഴിക്കോട് പോവാട്ടോ. അപ്പോൾ അവളെ വീട്ടിലാക്കിയിട്ട് അതിന് ശേഷം അപ്പ കോഴിക്കോട് പോവും. അപ്പം എത്തുന്ന വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല. ഇനി അടുത്ത വരവിനായിട്ടുള്ള കാത്തിരിപ്പാണ്. അത് വല്ലാത്തൊരു കാത്തിരിപ്പാണ്. നമ്മൾ എന്താ പറയുക, ദുബായിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ പ്രവാസി ആവുന്നൊന്നുമില്ല കേട്ടോ. എവിടെയായാലും നമ്മുടെ നാട്ടിൽ അടുത്തില്ലാതിരിക്കുന്ന എവിടെയായാലും ഒരു പ്രവാസ ജീവിതം തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനായിട്ട് വാട്സപ്പ് ഉണ്ട് എന്ന് ഒരു ആശ്വാസം. മറ്റേത് വിവരങ്ങളും കാര്യങ്ങളൊന്നും അറിയാതെ നമ്മളിങ്ങനെ പണ്ടത്തെ ഒക്കെ ആൾക്കാരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ഭയങ്കര വിഷമം തോന്നും. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ വീഡിയോസ് ഇടാം. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന്. കുറച്ച് പ്രശ്നങ്ങൾ മീൻസ് മോന് കുറച്ചൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തിരക്കിലും പിന്നെ മാനസികമായിട്ട് നമ്മൾ ഫുൾ ടൈം വീഡിയോ എടുക്കണം എന്നുള്ള ഒരു മൈൻഡിൽ നമ്മളങ്ങനെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്ന സമയത്തിടും, അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ, ഇതാണ് നമ്മൾ പിസ്സ കഴിച്ച ഷോപ്പ് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ സത്യത്തിൽ മറന്നു. ഞാൻ ഇനി അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ മെയിനായിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.